Hi friends, welcome back to my channel. ഇന്ന് ഒരു മെക്സിക്കൻ ഡിഷായ ടാക്കോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ടാക്കോസ് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഹാർഡ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോസും അതുപോലെ സോഫ്റ്റ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോസും. ഈ ഹാർഡ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോസ് നമ്മൾ 3 വെറൈറ്റി ടാക്കോസ് തയ്യാറാക്കുന്നുണ്ട്. വെജി ടാക്കോസ്, അതുപോലെ ചിക്കൻ ടാക്കോസ് ആൻഡ് ബീഫ് ടാക്കോസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടാക്കോസ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ് ഷെൽ ടാക്കോ വേണം. അതുപോലെ സോഫ്റ്റ് ഷെൽ ടാക്കോയിനായിട്ട് ഞാനിവിടെ പ്ലെയിൻ ഫ്ലോർ വെച്ചിട്ടുള്ള ടോർട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അവക്കാഡോ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നാരങ്ങ വേണം, ലെറ്റസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി വെജി ടാക്കോസിനായിട്ട് കിഡ്നി ബീൻസും, ബീഫ് ടാക്കോസിനായിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്, ചിക്കൻ ടാക്കോസിനായിട്ട് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ക്യാപ്സിക്കം, ഞാനിവിടെ 3 കളറിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഹലോപ്പീനോസ് എടുത്തിട്ടുണ്ട്. പിക്കിൾഡ് ഹലോപ്പീനോസ് ആണ് എടുത്തിരിക്കുന്നത്, ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ടും ടാക്കോസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി ബാക്കിയുള്ള ചേരുവകൾ ഞാൻ ആ ചേർക്കുന്ന സമയത്ത് പറയാം. ആദ്യം നമുക്ക് വെജി ടാക്കോ തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇപ്പോൾ ഫ്രിഹോളീസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ ചെറുതായിട്ട് ഡൈസ് ചെയ്തത് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ടാക്കോ സീസണിങ് ഒന്നും ചേർക്കുന്നില്ല, അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ടാക്കോ സീസണിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് കിഡ്നി ബീൻസ് വേവിച്ചതും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കിഡ്നി ബീൻസ് ഇവിടെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ബീൻസ് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോൾ വെജി ടാക്കോയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. ഇനി അടുത്തതായിട്ട് ചിക്കൻ ടാക്കോസിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് പകുതി വേവാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സവാളയും അതുപോലെ 1/2 കപ്പ് ടൊമാറ്റോയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും ഒത്തിരി അങ്ങ് വേവേണ്ട ആവശ്യമില്ല, ആ ഒരു ക്രഞ്ചിനെസ് വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്താൽ മതിയാവും. ഈ ടാക്കോസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ടാക്കോ സീസണിങ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കുന്നത്. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് റോസ്റ്റായി ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഒത്തിരി വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് അതേപോലെ വേണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പകർത്താം. അടുത്തതായിട്ട് നമുക്ക് ബീഫ് ടാക്കോസിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും
ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ബീഫ് ഇതുപോലെ ഡൈസ് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്തിട്ട് ബീഫ് വേവിച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു മാഷർ ഉപയോഗിച്ച് ബീഫ് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സവാള ചോപ്പ് ചെയ്തതും അതുപോലെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊന്നും ഒത്തിരി അങ്ങ് വാടേണ്ട ആവശ്യമില്ല, ആ ഒരു ക്രഞ്ചിനെസ് വേണം, ആ ഒരു പരുവത്തിന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ടാക്കോ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പകർത്താം. അടുത്തതായിട്ട് നമുക്ക് ടാക്കോസിലേക്ക് വേണ്ട സൽസ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് റെഡ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർക്കാം. ഇനി ചെറിയൊരു പുളിക്കായിട്ട് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സൽസയ്ക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ടാക്കോ സൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ടാക്കോസിലേക്ക് വേണ്ടത് ഗുവക്കമോളിയാണ്, അവക്കാഡോ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്പ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹാർഡ് ഷെൽ ടാക്കോസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർക്കാം. അതിനുശേഷം ഓരോ കോൺ ടാക്കോ ഷെല്ലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മുതൽ 15 സെക്കൻഡിനുള്ളിൽ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ടാക്കോ ഷെല്ല് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒന്നുകൂടി ഫ്രൈ ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്ത് ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹാർഡ് ഷെൽ ടാക്കോസ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ടാക്കോ റാക്ക് വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടാക്കോ റാക്ക് ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം ഞാനൊരു ടേക്ക് അവേ കണ്ടെയ്നറിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വെജി ടാക്കോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ടാക്കോ ഷെല്ലിലേക്ക് ആദ്യം നമുക്ക് ബീൻസിൻ്റെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് അങ്ങ് ഒത്തിരി പ്രസ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതായിട്ട് നമുക്ക് ലെറ്റസ് ചോപ്പ് ചെയ്തത് ചേർക്കാം. അതുപോലെ ചീസ് ചേർക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സൽസ, അതുപോലെ ഗുവക്കമോളി, സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതുപോലെ കിഡ്നി ബീൻസ്, യെല്ലോ കോൺ, ക്യാപ്സിക്കം 3 കളറിലുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. പിക്കിൾഡ് ഹാലോപ്പിനോസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ വെജി ടാക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ടാക്കോ ആണിത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബീഫ് ടാക്കോ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ടാക്കോ ഷെല്ലിലേക്ക് നമുക്ക് ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് ലെറ്റസ് ചോപ്പ് ചെയ്തതും അതുപോലെ ചീസ് ചേർക്കാം. സൽസ, ഗുവക്കമോളി, സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, യെല്ലോ കോൺ, കിഡ്നി ബീൻസ് വേവിച്ചിട്ടുള്ളത്, അതുപോലെ ക്യാപ്സിക്കം 3 കളറിൽ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒരു കളർഫുൾ ആവുന്നതിനായിട്ടാണ് നമ്മൾ 3 കളർ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നത്. ഇനി ഹാലപ്പിനോസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബീഫ് ടാക്കോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ടാക്കോ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹാർഡ് ഷെല്ലിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ലെറ്റസ് ചോപ്പ് ചെയ്തത്, ചീസ് വെച്ച് കൊടുക്കാം.
സൽസ, ഗുവക്കമോളി, സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കിഡ്നി ബീൻസ് കുക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ കോൺ, ക്യാപ്സിക്കം 3 കളറിലുള്ള ഹാലോപ്പീനോസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അങ്ങനെ ചിക്കൻ ടാക്കോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. സോഫ്റ്റ് ഷെല്ലിനായിട്ട് ഞാനിവിടെ പ്ലെയിൻ ഫ്ലോർ വെച്ചിട്ടുള്ള ടോർട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാമാക്കിയതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ലെറ്റസ്, മൊസറല്ല ചീസ്, അതുപോലെ സൽസ, ഗുവക്കമോളി, സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, യെല്ലോ കോൺ, കിഡ്നി ബീൻസ്, ഹാലോപ്പീനോസ് ചോപ്പ് ചെയ്തതും, അതുപോലെ 3 കളറിലുള്ള ക്യാപ്സിക്കം. അങ്ങനെ സോഫ്റ്റ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഹാർഡ് ഷെൽ ടാക്കോയും അതുപോലെ സോഫ്റ്റ് ഷെൽ വെച്ചിട്ടുള്ള ടാക്കോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 വെറൈറ്റിയിലുള്ള ടാക്കോസും വളരെ ഡെലീഷ്യസ് ആണ്. ഇനി ടാക്കോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഹാർഡ് ഷെൽ ടാക്കോ ആണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്.